السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ ആലു ഇമ്രാൻ സൂറത്തിന്റെ 97-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. പരിശുദ്ധമായ മക്ക ഹറം ഷരീഫിനെ കുറിച്ചാണ് ഈ ആയത്ത് നമുക്കറിയാം. പരിശുദ്ധമായ മക്ക ഹറമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്പഷ്ടമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മഖാമു ഇബ്രാഹിം. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. പരിശുദ്ധ കഅബാലയത്തെ വലയം ചെയ്ത് നിൽക്കുന്ന ആരാധനാലയത്തെയാണ്, പള്ളിയെയാണ് മസ്ജിദുൽ ഹറം എന്ന് നാം പറയുന്നത്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ലോക മുസ്ലിങ്ങളുടെ ഖിബിലയാണ്. ഇത് ലോക മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. അതിനാൽ അവിടെ എത്തുന്നവരെ ഈമാനും ഇഖ്ലാസും ഉറപ്പിച്ച് നിർത്തുക, അവരെ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് എത്തിക്കുക, അവിടെ വന്ന് തിരിച്ചു പോകുന്നവരുടെ മനസ്സുകളെ കൂടുതൽ ഈമാനും ഇഖ്ലാസും അതിൻ്റെ അർത്ഥങ്ങളും ഉള്ളതായി നിലനിർത്തുക. ഈ ഉദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുള്ളത്. അവിടെ വരികയും തവാഫ് ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്ത് തിരിച്ചു പോരുന്ന ഒരു വെറും ആചാരം എന്ന നിലക്കാവാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട് അള്ളാഹുവിന്. അവിടെ വരുമ്പോൾ, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്, എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ആ വിളിച്ചിരിക്കുന്നതും ക്ഷണിച്ചിരിക്കുന്നതും വെറും നിസ്കരിക്കാൻ വേണ്ടി മാത്രമാവാൻ ന്യായമില്ല. മറിച്ച് അവിടെ അവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും അവർ നിലകൊള്ളുന്ന വിശ്വാസം, ആദർശം, അതിനെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനും വേണ്ട സഹായകങ്ങൾ അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇബ്രാഹിം മഖാമിനെയാണ്. ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉയരത്തിന് വേണ്ടി കയറി നിന്ന ഒരു കല്ലാണ്. ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിർമ്മിതിയായിരുന്നു അത്. ലോകം അവസാനിക്കുന്നത് വരേക്കും നിലനിൽക്കേണ്ട ഒരു നിർമ്മിതിയായിരുന്നു പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ നിർമ്മിതി. അതുകൊണ്ട് തന്നെ അത് ലോകം മുഴുവനും എപ്പോഴും അറിയണം, ലോകം മുഴുവനും എപ്പോഴും അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം എന്ന ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ അവിടെ കയറി നിന്ന ആ പാദങ്ങൾ ആ കല്ലിൽ പതിക്കുകയായിരുന്നു. അതിനെ ഒരു അടയാളമാക്കി തീർക്കുകയായിരുന്നു. ഏത് കാലത്ത് എവിടെ നിന്ന് അവിടെ വന്നാലും അത് കണ്ടാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സംഭവം വളരെ പച്ചയായ ഒരനുഭവമായി തെളിഞ്ഞു വരാൻ വേണ്ടി.
കാരണം ഇത് കാണുമ്പോൾ ആ അത്ഭുതവും, ആ അത്ഭുതം കാണുമ്പോൾ ആ നിർമ്മിതിയും, ആ നിർമ്മിതി കാണുമ്പോൾ ആ നിർമ്മിതിക്ക് വേണ്ട നിർദ്ദേശം നൽകിയ റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിനെയും ഓർമ്മ വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം മഖാം നേരെ ചൊവ്വെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആത്മീയമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളെ നയിക്കുന്ന ഒരു പ്രധാന ദൃഷ്ടാന്തമാണ്. കഅബാലയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. അപ്രകാരം തന്നെയുള്ള മറ്റൊരു ദൃഷ്ടാന്തം കൂടി ഈ മഖാമു ഇബ്രാഹീമിൻ്റെ പരിസരത്തായി ഉണ്ട്. കാരണം അള്ളാഹു ആയത്തിൽ പറഞ്ഞത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട് എന്നാണ്. വെറും ഇബ്രാഹിം മഖാമല്ല, ഇബ്രാഹിം മഖാമിനെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിനെടുത്തു പറയാനുള്ള കാരണം നമ്മളിപ്പോൾ പറയുകയുണ്ടായി. അതൊരിക്കലും മായാത്ത, ഒരിക്കലും മങ്ങാത്ത ഒരടയാളമായി ലോകാവസാനം വരെ നിലനിൽക്കുന്നു. അപ്രകാരം തന്നെയുള്ള മറ്റൊരു ദൃഷ്ടാന്തമാണ് ഈ പരിശുദ്ധമായ ഭവനത്തിങ്കൽ എത്തുന്ന വിശ്വാസികൾക്ക് ആത്മീയതയുടെ നിവേദ്യവും ഇലാഹിയായ ശക്തിയും രോഗങ്ങൾക്കുള്ള ഔഷധവും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയുമെല്ലാമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കി വെച്ച സംസം എന്ന പുണ്യ തീർത്ഥം, പുണ്യ ജലം, കാഴ്ചയിലോ അനുഭവത്തിലോ ഏതു വെള്ളവും പോലെ ഒരു സാധാരണ വെള്ളമായി തോന്നിപ്പിക്കുക ഒന്നാണ് അത്. നിറത്തിലോ മണത്തിലോ രുചിയിലോ മറ്റു വെള്ളങ്ങളിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യന്മാരെ ചിന്തിപ്പിക്കുവാൻ പോന്ന വലിയ ദൃഷ്ടാന്തങ്ങൾ, വലിയ ചിന്താവിഷയങ്ങൾ. ആ ചിന്തയും ആ ചിന്താവിഷയവും അതിൻ്റെ നിറത്തിലോ മണത്തിലോ ഗുണത്തിലോ അല്ല, മറിച്ച് അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന, അതിലൂടെ എപ്പോഴും പ്രകടമാകുന്ന അത്ഭുതങ്ങളിലാണ്. ആ അത്ഭുതങ്ങളാണെങ്കിലോ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന അത്ഭുതങ്ങളല്ല, മറിച്ച് അത് ദുനിയാവ് അവസാനിക്കുന്നത് വരേക്കും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അത്ഭുതമാണ്. അടുത്ത് നിന്ന് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യമാകും. അതിൻ്റെ അത്ഭുതങ്ങളിലേക്ക് കടക്കുവാനുള്ള എളുപ്പമാർഗം അതിൻ്റെ കിണറിൽ നിന്ന് 1 സെക്കൻഡിൽ പമ്പ് ചെയ്യുന്ന, 1 സെക്കൻഡ് സമയത്തിനുള്ളിൽ പമ്പ് ചെയ്ത് പുറത്തെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പരിശോധിക്കുകയാണ്. 1 സെക്കൻഡിൽ 8000 ലിറ്റർ വെള്ളമാണ് സംസം കിണറിൽ നിന്നും പമ്പ് ചെയ്യുന്നത്. 8000 ലിറ്റർ വെള്ളം. ഒരു സാധാരണ കിണർ എന്നോ ഒരു സാധാരണ ഉറവ എന്നോ ഈ വിശുദ്ധ ജലത്തെക്കുറിച്ച്, ഈ വിശുദ്ധ കിണറിനെ കുറിച്ച് പറയാൻ കഴിയാത്തത് ഒന്നാമതായി ഇതുകൊണ്ടാണ്. 8000 ലിറ്റർ, അതനുസരിച്ച് ഒരു ദിവസം 631 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് ലിറ്റർ വെള്ളമാണ് ഈ കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ അവിടെ എന്ത് ചെയ്യുന്നു എന്നാരും ചോദിക്കുകയില്ല. ആ വെള്ളമാണ് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നായി അവിടെ വരുന്ന എല്ലാവരെയും കുടിപ്പിക്കുന്നത്. അതേപോലെ മദീനായിൽ കുടിപ്പിക്കുന്നത്, അതുപോലെ ഓരോരുത്തർക്കും നാട്ടിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോകാൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വെള്ളം അതിൽ നിന്ന് പമ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊന്നുണ്ട്. ഇത്രയും വെള്ളം അതാത് സമയത്ത് ആ കിണറ്റിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നത്. കിണറ്റിൽ നിന്ന് ജലം വലിയ പമ്പിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നതിനാൽ ജലനിരപ്പ് 12.76 മീറ്റർ വരെ താഴാറുണ്ട്. അതായത് നന്നായി താഴുമ്പോൾ, അതായത് വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ
സ്വാഭാവികമായും വെള്ളം താഴും. അങ്ങനെ താഴ്ന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് താഴ്ന്ന് 12 മീറ്റർ 12.76 മീറ്റർ വരെ താഴാറുണ്ട്. എന്നാൽ വെറും 11 മിനിറ്റിനുള്ളിൽ അതായത് 660 സെക്കൻഡിനുള്ളിൽ താഴ്ന്ന ആ ജലനിരപ്പ് 12 മീറ്റർ താഴ്ന്നത് വീണ്ടും നിറയുന്നു, പൂർവസ്ഥിതി പ്രാപിക്കുന്നു. മറ്റൊരു കാര്യം, കടുത്ത വേനൽ സമയങ്ങളിൽ പ്രത്യേകിച്ചും പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് കുറയുമ്പോൾ സംസം കിണർ എന്ന ഈ പരിശുദ്ധ കിണറിലെ ജലനിരപ്പ് മാറ്റം വരാതെ നിൽക്കുന്നു എന്നതാണ്. അതായത് വേനലിലും വർഷത്തിലും ഒക്കെ ഒരേ സമയം നിൽക്കുന്നു എന്നാണ്. പലരും പറയും ഈ കണക്ക് ഇത്തിരി അതിശയോക്തിയുള്ളതാണ് എന്ന്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ അത് അന്ധമായ വിരോധം കൊണ്ടാണ് എന്നേ പറയാൻ കഴിയും. കാരണം ഒരു നിയന്ത്രണവുമില്ലാതെ വന്നവർക്കും വേണ്ടവർക്കും എല്ലാം മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ യഥേഷ്ടം ഈ വെള്ളം ലഭ്യമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഈ പുണ്യതീർത്ഥം തങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവർ ആവശ്യമുള്ള അത്ര വെള്ളം ഒരു നിയന്ത്രണവുമില്ലാതെ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഹജ്ജിൻ്റെയും റമളാനിൻ്റെയും സീസണുകളിലാവട്ടെ ഇതിൻ്റെ ഉപയോഗം 10 മടങ്ങ് ഇരട്ടിയാകുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 3 മില്യൺ ജനങ്ങളാണ് ഹജ്ജിന് എത്തിച്ചേരുന്നത്, പരിശുദ്ധ മക്കയിൽ എത്തിച്ചേരുന്നത്. സമാനമായ എണ്ണം ജനങ്ങൾ വിശുദ്ധ റമളാനിൻ്റെ പുണ്യം പ്രതീക്ഷിച്ച് ഈ 2 ഹറമുകളിലും വരുന്നുണ്ട്. ഇതൊക്കെ അതിശയോക്തി നൽകുന്ന ഒരു കണക്ക് മാത്രമല്ല, ഏതേത് മനുഷ്യനും മനസ്സിലാകുന്ന കണക്കുകളാണ്. ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വെള്ളം കിട്ടാതെ വരികയോ വെള്ളം തീർന്നു പോയതിൻ്റെ പേരിൽ മടങ്ങേണ്ടി വരികയോ ചെയ്തതായി ഇന്നുവരെ അൽഹംദുലില്ലാ ഒരു അനുഭവമില്ല. സംസം കിണറിന് ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നിന്നാണ് സംസം എന്ന കിണർ എന്ന അത്ഭുതം ആരംഭിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ താമസക്കാരായിരുന്ന ജുർഹും ഗോത്രക്കാർ ഈ നാട് വിടേണ്ട രാഷ്ട്രീയ സമ്മർദ്ദം വന്നപ്പോൾ അവർ സംസം കിണർ മൂടിയാണ് നാട് വിട്ടത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തതായിരുന്നു സംസം കിണർ. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ച സ്ഥലത്താണ് അതുണ്ടായത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഹാജിർ റളിയല്ലാഹു അൻഹയെയും പരിശുദ്ധ മക്കയിൽ സംരക്ഷിച്ചത്, അല്ലെങ്കിൽ അവർക്ക് തുണക്കാരായി മാറിയത് ജുർഹും ഗോത്രക്കാരായിരുന്നു. ജുർഹും ഗോത്രക്കാരായ ആൾക്കാർ അന്ന് അതുവഴി പോകുകയായിരുന്നു. അപ്പോഴാണ് അവർ വെള്ളം കണ്ടത്. വെള്ളം കണ്ട സ്ഥലങ്ങളിൽ തങ്ങുന്നത് അറബികളുടെ പൊതുവായ പതിവായിരുന്നു. നോമാഡ്സായ സഞ്ചാരികളായ അറബികളുടെ. അങ്ങനെ ആണ് മക്കയിലെ ആദ്യത്തെ താമസക്കാരായി ജുർഹും ഗോത്രക്കാർ മാറുന്നത്. പക്ഷെ അവർ പിൽക്കാലത്ത് അക്രമികളായി മാറി. അതോടുകൂടെ അവർക്ക് നേരെ യുദ്ധങ്ങളുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് നാട് വിടേണ്ട ഒരു സാഹചര്യം, രാഷ്ട്രീയപരമായ സമ്മർദ്ദം വന്നു. അപ്പോൾ അവരെന്തു ചെയ്തു എന്നറിയാമോ? അവർ ഈ സംസം കിണർ മണ്ണിട്ട് മൂടി. തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ ആർക്കും ഒന്നും ബാക്കി വെക്കേണ്ട എന്ന ഒരു കുടില മനസ്ഥിതിയുടെ ഉടമകളായിരുന്നു അവർ. അങ്ങനെ ഒരു വേള കുറെ കാലം സംസം കിണർ വിസ്മൃതിയിൽ പെട്ടുപോവുകയുണ്ടായി. അതിനുശേഷം പിന്നീട് പുണ്യം തേടി ഇവിടെ എത്തുന്നവരുടെ നാവ് നനക്കുവാനുള്ള ഈ ഭാഗ്യം ഉണ്ടാകുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന് സംസം കിണർ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി നിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ഒരു സ്വപ്ന ദർശനം ഉണ്ടായപ്പോഴാണ്. ആ സ്വപ്ന ദർശനത്തെക്കുറിച്ചുള്ള കഥകളിൽ
അബ്ദുൽ മുത്തലിബ് ഈ ജലം ഒരിക്കലും വറ്റുന്നതല്ല, ആയതുകൊണ്ട് ഈ കിണർ തീർച്ചയായും അതിൻ്റെ സ്ഥലം കണ്ടെത്തി പുനഃസ്ഥാപിക്കണം എന്ന് അദ്ദേഹത്തിന് ഈ സ്വപ്നത്തിൽ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു കിണറിന്റെ അടയാളവും കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം അത് പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സംസം കിണർ സത്യത്തിൽ അബ്ദുൽ മുത്തലിബ് അന്ന് പുനഃസ്ഥാപിച്ച ആ കിണറാണ്. 1979 സൗദി ഭരണാധികാരിയായിരുന്ന ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസം കിണറിലെ വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് വറ്റിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അത് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിറ്റിൽ 8,000 ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മിനിറ്റിൽ 8,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ ശേഷിയുള്ള 4 വലിയ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു വെള്ളം വറ്റിക്കാൻ ശ്രമിച്ചത്. യഹ്യ ഘോഷ്ക് എന്ന ഒരു ഈജിപ്ഷ്യൻ എഞ്ചിനീയർ ആയിരുന്നു അതിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. ഒരു ദിവസം മുഴുവനും വെള്ളം പമ്പ് ചെയ്തിട്ടും വെള്ളത്തിൻ്റെ നിരപ്പിൻ്റെ നില 13.39 മീറ്റർ വരെ വറ്റിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 3.23 മീറ്ററിൽ നിന്നായിരുന്നു ഇത്രയെങ്കിലും ജലനിരപ്പ് താഴുന്നത്. ഇതിൽ നിന്ന് ഇത് വറ്റിക്കാൻ കഴിയുന്ന ജലസ്രോതസ്സല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി സൗദി ഭരണകൂടം ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു അത്ഭുതം, പരിശുദ്ധ മക്കയിലെ പരിസര പ്രദേശങ്ങളിലോ എന്നല്ല, അറേബ്യൻ ഭൂമിയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ഒരു പക്ഷേ ലോകത്ത് തന്നെയോ ഇത്രയും ശക്തമായ ഉറവ കൊണ്ട് അനുഗ്രഹീതമായ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ് ഇല്ല എന്നതാണ്. ഉണ്ടാകുക എന്നത് പ്രയാസവുമാണ്. അത്തരത്തിൽ ഒന്ന് ഇതുവരെ നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല, മക്കയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എത്രയും കരുത്തുള്ള ഉറവകൾ പുറപ്പെടാൻ അനുയോജ്യമാണ് എന്ന് ആധുനിക പഠനങ്ങൾ പോലും പറയുന്നില്ല. അതായത് ഇത്ര വലിയ ഉറവ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഉണ്ട് മക്കയുടെ ഭൂമിക്ക് എന്ന് ആരും പറയുന്നില്ല, ശാസ്ത്രം പോലും പറയുന്നില്ല. മൊത്തത്തിൽ 30 മീറ്ററിൽ താഴെയുള്ള സംസം കിണറിൻ്റെ അടിഭാഗം ഏതാണ്ട് 17.2 മീറ്ററോളം ഗ്രാനൈറ്റ് പാറകളാണ്. പാറകൾ ഇല്ലാത്ത മുകൾ ഭാഗമാകട്ടെ 12.8 മീറ്ററാണ്. ഇത്രയും ഭാഗം പടുത്തുയർത്തപ്പെട്ട രൂപത്തിലുമാണ്. കിണറാവട്ടെ കൃത്യമായ വൃത്താകൃതിയോ മറ്റോ ഒന്നുമല്ല. പ്രത്യക്ഷത്തിൽ ഒരുപാട് ഉറവയുടെ കരുക്കൾ ഉണ്ടാകാനും അവയിലൂടെ വെള്ളം വന്നു നിറയുവാനുമുള്ള സാധ്യത കുറവാണ് എന്നർത്ഥം. പൊതുവെ ജലചംക്രമണം വഴിയാണ് ഭൂമിയിൽ ജലസാന്നിധ്യം നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. മഴയായി പെയ്യുന്ന വെള്ളം ഭൂമിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അത് വിവിധ ജലസ്രോതസ്സുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സാധ്യത പരിശുദ്ധ ഹറമിലോ അതിൻ്റെ പരിസരത്തോ ഇല്ല എന്നത് ആധുനിക ജിയോളജിക്കൽ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചെറിയ സാധ്യത നിലനിൽക്കുന്നത് വാദി ഇബ്രാഹിമിൽ നിന്ന് മാത്രമാണ്. വാദി ഇബ്രാഹിം എന്ന് പറയുന്നത് കഅബാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ നിലവിൽ വർദ്ധിച്ച കുടിയേറ്റം കാരണം ആ മാർഗം അടഞ്ഞുപോയ നിലയിലാണ് ഇന്നുള്ളത്. നാം മേൽ വിവരിച്ച അത്രയും വെള്ളം ഉറവയായി എത്തിച്ചേരാനുള്ള സാധ്യത ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ പോലും അനുമാനിക്കുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ എങ്കിൽ ഇത് അല്ലാഹു പ്രത്യേകമായി
മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഒരു അത്ഭുതമാണ്, ഒരു സൽക്കാരമാണ്, ഒരു ദൃഷ്ടാന്തമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഈ പുണ്യജലത്തിന്റെ സവിശേഷതകൾ അവിടെയും നിൽക്കുന്നില്ല. മനുഷ്യ ശരീരത്തിന് വലിയ പ്രതിരോധ ശേഷി പകരുന്ന മൂലകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സംസം ജലം. അത് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. പൊതുവെ പഴയ കിണറുകളിൽ സൂക്ഷ്മജീവികളുടെയും സസ്യങ്ങളുടെയും വലിയ സാന്നിധ്യമുണ്ടാകും. അതിൽ ഹാനികരമായ പലതും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ 5000 വർഷത്തിന്റെ പഴക്കമുണ്ടായിട്ട് പോലും സംസം കിണറിന്റെ വെള്ളത്തിൽ അങ്ങനെ അപകടകാരികളായ ബാക്ടീരിയകളോ വൈറസുകളോ ഒന്നും കാണപ്പെടുന്നില്ല. കാൽസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ്, ഇരുമ്പ്, ഈയം, സൾഫേറ്റ് എന്നിവയുടെ അളവ് താരതമ്യേന സംസം വെള്ളത്തിൽ കൂടുതലാണ് എന്നത് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയിൽ തന്നെ സോഡിയത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ വിനാശകാരികളായ അണുക്കൾക്ക് പോലും സംസം ജലത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന പ്രത്യേകതയുമുണ്ട്. സാധാരണ ജലത്തിൽ ഇല്ലാത്ത നിരവധി ശാസ്ത്രീയ സവിശേഷതകൾ സംസം വെള്ളത്തിനുണ്ട് എന്ന് പ്രശസ്ത ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ മസാറു ഇമാട്ടോ ഈ അടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇന്റർനെറ്റ് ആർക്കൈവ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ലഭ്യമാണ്. പഠനങ്ങളുടെ ഭാഗമായി അദ്ദേഹം കണ്ട ഏറ്റവും വലിയ അത്ഭുതം സംസം വെള്ളം ഒരു നിശ്ചിത അളവിൽ തണുപ്പിക്കുമ്പോൾ അവയിൽ ഉണ്ടാകുന്ന ക്രിസ്റ്റലുകൾ എന്ന പരലുകൾ സാധാരണ ജലം തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ മനോഹരവും വ്യത്യസ്തവുമാണ് എന്നതാണ്. അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേരുന്ന നിരീക്ഷണം ഒരു തുള്ളി സംസം വെള്ളം 1000 തുള്ളികൾക്ക് സമാനമാണ് എന്നതാണ്. ജിദ്ദയിലെ ദാറുൽ ഹിക്മ കോളേജിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അദ്ദേഹം ശാസ്ത്രീയമായി ശാസ്ത്ര ലോകത്തിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി ജിയോളജിക്കൽ സർവേ സ്ഥാപിച്ച പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിൽ സംസം കിണറിന്റെ ഘടനയും ജലശാസ്ത്രവും, ജലശാസ്ത്രത്തിന് ഹൈഡ്രോജിയോളജി എന്നാണ് പറയുക, കൃത്യമായി വിവരിക്കുന്നത് കാണാം. സംസം കിണർ 30.5 മീറ്റർ ആഴമുള്ളതാണ്. അതിൻ്റെ ആന്തരിക വ്യാസം 1.08 മുതൽ 2.66 മീറ്ററുകൾ വരെയാണ്. സംസം കിണറിനെ നന്നായി പോഷിപ്പിക്കുന്ന അക്വിഫറി, അതായത് വെള്ളം ഉൾക്കൊള്ളാനും അതിന് ചലിക്കാനും ഇടം നൽകുന്ന പാറക്കെട്ടുകൾ, അതിൻ്റെ ഫലപ്രദമായ നിരീക്ഷണത്തിനും പരിപാലനത്തിനും ശാസ്ത്രീയമായ പരിഹാരങ്ങൾക്കും സംസം വിതരണത്തിന്റെ പരിശുദ്ധിയും സുരക്ഷയും ഉറപ്പാക്കാനും പ്രവർത്തിക്കുക എന്നതാണ് സൗദി ജിയോളജിക്കൽ സർവേയുടെ ലക്ഷ്യം. ആ സർവേയിലാണ് ഈ അളവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സംസം കിണറിന്റെ ജലനിരപ്പ് മുമ്പ് ലളിതമായ ഹൈഡ്രോഗ്രാഫ് ഡ്രം ഉപയോഗിച്ചായിരുന്നു നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ തത്സമയ മൾട്ടി പാരാമീറ്റർ മോണിറ്ററിംഗ് സിസ്റ്റം ആക്കി മാറ്റിയിരിക്കുന്നു. ഹജ്ജിന്റെ, ഉംറയുടെ, റമളാനിന്റെ സീസണുകളിൽ 20 ലക്ഷത്തോളം ആൾക്കാരാണ് ഒരേ സമയം പരിശുദ്ധ ഹറമിൽ ഉണ്ടാകുന്നത്. സാധാരണ ഒരു ദിവസം 7 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഹറമിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇത്രയും വലിയ കണക്കുകളെല്ലാം നമ്മോട് പറയുന്നത് ഈ പുണ്യജലം അള്ളാഹു പറഞ്ഞ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.